ഇത്തരമൊരു ഇമോജി നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മറ്റും ഇടാറുള്ളതാണ്. ചിരിക്കുന്ന ഇമോജി, കരയുന്ന ഇമോജി, ദേഷ്യപ്പെടുന്നത്, അങ്ങനെ പല വിധത്തിലെ ഇമോജികൾ നമ്മൾ റിയാക്ഷനായിട്ട് ഇടാറുണ്ട്. ഇനിയും ഇത്തരം ഇമോജി ഇടും മുമ്പ് നിങ്ങൾ 2 തവണ ആലോചിക്കണം. കാരണം അമിത് ചക്രവർത്തി എന്ന ചെറുപ്പക്കാരൻ്റെ അനുഭവം നാളെ നിങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് എവിടെയാണ് നിങ്ങൾ ഇമോജി ഇടുന്നത്, ആർക്കാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ച് വേണം സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യാൻ. മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ആരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും അവരുടെ ഏത് ഫോട്ടോയ്ക്കും കമൻറ്റുകൾക്കും താഴെ ഇഷ്ടം പോലെ ആവശ്യാനുസരണം കമൻറ്റുകൾ ഇടാറുണ്ട്. തോന്നിയ രീതിയിലാണ് കമൻറ്റുകൾ ഇടുന്നത്. ആർക്കെതിരെയാണ് നമ്മൾ കമൻ്റ് ഇടുന്നത് ആലോചിക്കാറ് പോലുമില്ല. ഒരിക്കലും നമ്മൾക്ക് അറിയാത്ത വ്യക്തികളുടെയും ചീത്ത വിളിച്ചുകൊണ്ടും നമ്മൾ കമൻറ്റുകൾ ഇടാറുണ്ട്. പക്ഷേ ഇങ്ങനെ കമൻറ്റുകളൊന്നും ഇട്ടില്ല അമിത് ചക്രവർത്തി എന്ന ചെറുപ്പക്കാരൻ. വെറുതെ ഒരു ചിരിക്കുന്ന ഇമോജിയാണ് ഇട്ടത്, ഹഹ എന്നുള്ള ഒരു ഇമോജി. പക്ഷേ അത് അദ്ദേഹത്തെ കോടതി കയറ്റി. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ക്രോസ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ഏപ്രിൽ മാസത്തിൽ ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോയ്ക്ക് താഴെ ഇദ്ദേഹം ഒരു കമന്റ് കണ്ടു. മാഡം ഇന്ന് മേക്കപ്പ് ഒന്നും ഇട്ടില്ലേ എന്നൊരു കമന്റ് ആയിരുന്നു. ആ കമന്റ് കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടുള്ള ഹാഹ എന്നുള്ള ഇമോജി പോസ്റ്റ് ചെയ്തു. 2025 ജനുവരി മാസം അദ്ദേഹം താമസിക്കുന്ന ജില്ലയിൽ നിന്നും ഏതാണ്ട് 270 കിലോമീറ്ററോളം അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിനൊരു സമൻസ് വരുന്നു. നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്, നിങ്ങളിവിടെ വന്ന് ജാമ്യം എടുക്കണം. പരാതി കൊടുത്തത് സാധാരണക്കാരി ആയിരുന്നില്ല. ഇപ്പോൾ നൽബാരി ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറും 2023 കൊക്രാജർ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായിരുന്നില്ല വർണാലി ഡേക്ക എന്ന IAS ഓഫീസറാണ് പരാതിക്കാരി. 2009 UPSC പരീക്ഷയിൽ 16ാം റാങ്കോട് കൂടി IAS നേടിയ ആളാണ് വർണാലി ഡേക്ക. മികച്ച കരിയറിന്റെ ഉടമയും 2020 പ്രധാനമന്ത്രിയുടെ അവാർഡ് വരെ വാങ്ങിയ ആളുമാണ് വർണാലി ഡേക്ക. ഫേസ്ബുക്കിൽ ഏതാണ്ട് 20,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. മാത്രമല്ല അവരിടുന്ന ഓരോ പോസ്റ്റിനും 2,000-ലധികം കമൻറ്റുകളും ലൈക്കുകളും കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരമൊരു പരാതിയിലേക്ക് ശ്രീമതി വർണാലി ഡേക്കയെ നയിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ പോസ്റ്റുകളും എല്ലാം ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം, അവരുടെ പോസ്റ്റിന് താഴെ ആരും മോശമായി യാതൊരു കമൻറ്റുകളും ഇടാറില്ല. വളരെ മാന്യമായ രീതിയിലാണ് ഓരോ പോസ്റ്റിനോടും എല്ലാവരും പ്രതികരിക്കുന്നത്. മാത്രമല്ല സാമൂഹികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ആളുകൾ ആ കമൻ്റായിട്ട് ഇടാറുണ്ട്. അതിന് കൃത്യമായി അവർ മറുപടി പറയാറുമുണ്ട്. ഏതാണ്ട് 2010 മുതൽ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലുള്ള ആളാണ്. ഇത്രയും നാളായിട്ടും അവരുടെ ഒരു ഫോട്ടോയ്ക്ക് താഴെയും ഒരു മോശം കമൻറ്റും ആരും ഇട്ടിട്ടില്ല. നോ മേക്കപ്പ് ടുഡേ മാം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ള ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതിന് താഴെയാണ് അമിത് ചക്രവർത്തി എന്നയാൾ ചിരിച്ചുകൊണ്ടുള്ള ഹാഹ എന്ന് പറയുന്ന ഒരു ഇമോജി ഇട്ടത്. തീർച്ചയായും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപകീർത്തികരമായി തോന്നി. കാരണം 20,000-ലധികം ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, ഓരോ പോസ്റ്റിനും 2,000-ലും 3,000-ലും ലൈക്കുകളും കമൻറ്റുകളും കിട്ടുന്ന ഒരാൾക്ക് അതൊരു അപകീർത്തികരമായി തോന്നിയത് അതിശയോക്തിയൊന്നുമില്ല. കാരണം ചെറിയൊരു കളിയാക്കൽ പോലും സൈബർ ഇടത്തിൽ മോശം തന്നെയാണ്. നിരന്തരം ആൾക്കാരുടെ കളിയാക്കൽ കേൾക്കുന്ന നമുക്കൊന്നും അതത്ര സീരിയസ് വിഷയമല്ലെങ്കിലും ആ മഹതിയെ സംബന്ധിച്ച് അത് വളരെ മോശമായി തോന്നി. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ പരാതിപ്പെടുകയും ചെയ്തു. സൈബർ ഇടത്തിൽ പിന്തുടരുകയും കളിയാക്കുകയും അതെനിക്കത് അപകീർത്തികരമായി മാറുകയും ചെയ്തു എന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സീരിയസായ കുറ്റം തന്നെയാണ്. സൈബർ നിയമങ്ങൾ ശക്തമായ കാലത്ത് പരാതിപ്പെട്ടാൽ നിങ്ങൾക്കെതിരെ കേസുണ്ടാവും എന്ന കാര്യം ഓർക്കണം. ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഹണി റോസ് നേരിടുന്ന ഒരു സൈബർ അറ്റാക്കിങ്ങിനെ കുറിച്ചാണ്. ബോച്ചയ്ക്കെതിരെ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ നിരന്തരമായി ഇപ്പോഴും അവരുടെ ഏത് ഫോട്ടോയ്ക്ക് താഴെയും നിരവധി മോശം കമൻറ്റുകളാണ് ആൾക്കാർ ഇടുന്നത്. അത് ഇത്തരമൊരു ചെറിയ കളിയാക്കലൊന്നുമല്ല അവിടെ അവർ നേരിടുന്നത്. വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണം തന്നെയാണ്. ഒരാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ആളിനോട് എങ്ങനെ മോശമായ ഒരു വ്യക്തി പെരുമാറുന്നു അതേപോലെ സീരിയസ് ആയുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ചെയ്യുന്ന കമൻറ്റുകളും അത് ബന്ധിച്ചുള്ള കാര്യങ്ങളും.
അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റികളും നേതാക്കന്മാരും ഒക്കെ നേരിടുന്ന ഇത്തരം ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഹാഹ ഇട്ടതിൻ്റെ പേരിലുള്ള ഒരു കേസ് വളരെ നിസ്സാരമായി നമുക്ക് തോന്നും. അങ്ങനെയും സംഭവിക്കുമോ എന്ന് തോന്നും. പക്ഷേ ഓരോരുത്തരും വിഷയങ്ങളെ കാണുന്ന രീതിയിലാണ് അത്. മാത്രമല്ല, സൈബർ ഇടത്തിൽ നമ്മൾക്ക് അപരിചിതരായ ആൾക്കാരുടെ പ്രൊഫൈലിന് തീരെ മോശമായി എന്ത് കമൻ്റ് ഇട്ടാലും, അപരിചിതർ മാത്രമല്ല, ആരുടെ പ്രൊഫൈലിന് താഴെയും ആരുടെ പോസ്റ്റിന് താഴെയും മോശകരമായ കമൻ്റ് ഇടുന്നത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ വരുന്നതാണ്. തന്നെ എന്തെങ്കിലും മോശമായി പറയുന്നത് കളിയാക്കലാണ് എന്നൊരാൾ പരാതിപ്പെട്ടാൽ ആൾക്കെതിരെ തീർച്ചയായും പോലീസ് കേസെടുത്തേ മതിയാവുകയുള്ളൂ. എന്തായാലും ഇനിയും ആരുടെ പോസ്റ്റ് താഴെയും കമൻ്റ് ഇടുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആലോചിക്കുക. അത് ആർക്കെതിരെയാണ് നമ്മൾ കമൻ്റ് ഇടുന്നത് പ്രത്യേകം ഓർക്കണം എന്ന് മാത്രം. സോഷ്യൽ മീഡിയയിൽ മാന്യമായി പെരുമാറുവാനും കമൻറ്റുകൾ ഇടുവാനും മാന്യമായ രീതിയിൽ കമൻറ്റുകൾ ഇടുവാനും എല്ലാവരും ഇനി ശ്രദ്ധിക്കണം. മാത്രമല്ല, ആർക്ക് മോശമായി തോന്നിയാൽ ആർക്കെതിരെയും നമുക്ക് പരാതിപ്പെടുവാൻ സാധിക്കും. പോലീസ് അതിനെതിരെ നടപടിയെടുക്കും, കോടതിയിൽ കയറേണ്ടി വരും, ശിക്ഷാവിധിയും ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക, സൈബറിടത്തിൽ ജാഗ്രത പുലർത്തുക.